കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം ഓയിലി സ്കിന്നും പിന്നെ നോർമൽ സ്കിന്നും വരുന്ന മാത്രമാണ് കോമ്പിനേഷൻ. അങ്ങനെയല്ല, നിങ്ങളുടെ ഡ്രൈ നോർമൽ ആയാലും കോമ്പിനേഷനാണ്, ഡ്രൈ ഓയിലി ആയാലും ഓയിലി ഡ്രൈ ആയാലും കോമ്പിനേഷനാണ്, ഓയിലിയും ഡ്രൈയും അതുപോലെ നോർമലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കോമ്പിനേഷനാണ്. അതായത് അതിൽ കൂടുതലോ സ്കിൻ ടൈപ്പ് നമ്മുടെ സ്കിന്നിൽ ഫേസിൽ വരുന്നതിനാണ് നമ്മൾ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. അത് ഓരോരുത്തർക്കും ചേഞ്ച് ആയിട്ട് വരാം. ഇപ്പൊ എന്റെ ബേസിക് എടുത്തു നോക്കിയാൽ എൻ്റെ അത് ഓയിലി കോമ്പിനേഷൻ ആണ്. പക്ഷെ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് അത് നോർമൽ ഡ്രൈ കോമ്പിനേഷനിലോട്ട് പോകും. പ്രത്യേകിച്ച് ഞാൻ വിന്റർ സീസണിലോട്ടോ അല്ലെങ്കിൽ നല്ല തണുത്ത സ്ഥലങ്ങളിലോട്ടോ പോകുമ്പോൾ എൻ്റെ ടീസും നോർമൽ ആവും, ബാക്കിയുള്ള ഭാഗങ്ങളും ചെറുതായിട്ട് ഡ്രൈനെസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെന്ന് വെച്ചാൽ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് നമ്മുടെ സ്കിൻ മാറുന്നതാണ്. അപ്പൊ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കുക. ക്ലൈമറ്റ് അനുസരിച്ച് സ്കിൻ കെയർ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ സ്കിൻ ടൈപ്പ് നന്നായിട്ട് മനസ്സിലാക്കുക. എന്ത് കോമ്പിനേഷൻ ആണെന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ അതനുസരിച്ച് സ്കിൻ കെയർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട.